ഗവർണറുടെ അധികാരങ്ങൾ നിർദ്ദേശിക്കുന്ന സുപ്രീം കോടതി വിധി അതിര് കടന്നതെന്ന് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടുകയായിരുന്നു വേണ്ടതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ പറഞ്ഞു. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, എന്തൊക്കെയാണ് ഗവർണർ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് പറയുന്നത്? ഷമ്മി, എന്തായാലും രാജ്യത്ത് തന്നെ വലിയ തരത്തിലുള്ള ഒരു ചർച്ച ചെയ്യപ്പെട്ട വിധിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഗവർണർമാരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർദ്ദേശിക്കുന്നതാണ്. കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സർക്കാരുകൾ ഉള്ള സംസ്ഥാനങ്ങളുടെ നിരന്തരമായ ആവശ്യവും അവരുടെ പരാതിയുമൊക്കെ അതുതന്നെയായിരുന്നു. കാരണം ഈ കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള നീക്കവുമൊക്കെ നടത്തുന്നു എന്നുള്ള വലിയ വിമർശനം ഗവർണർമാർക്കെതിരെ BJP അധികാരത്തിൽ എത്തിയ ശേഷം ഉയർന്നിരുന്നു. അവരെ ഗവർണർമാരായി നിയമിക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയം നോക്കി തന്നെയാണ് അത്തരത്തിലുള്ള നീക്കം BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ നിരന്തരമായ നിയമ പോരാട്ടത്തിന് ഒടുവിൽ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ ഗവർണർമാരുടെ അധികാരങ്ങൾ ചോദ്യം ചെയ്ത് തമിഴ്നാട് ഗവർണറുടെ നടപടിയെ രൂക്ഷമായി വിമർശിക്കുന്ന വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തത്. അത് കേരളം ഉൾപ്പെടെ നടത്തിയ നിയമ പോരാട്ടത്തിനൊരു വിജയമായി തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. ഒരു രാഷ്ട്രീയ സമരമായി കൂടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ ഗവർണർമാർക്കെതിരെ നീങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും ആ വിധിയാണ് ഇപ്പോൾ ഈ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇക്കാര്യത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഗവർണർമാരുടെ അധികാരങ്ങൾ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ഭരണഘടനാ ബെഞ്ചിന് ഹർജി കൈമാറുകയായിരുന്നു സുപ്രീം കോടതി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ ആർലേക്കർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ സുപ്രീം കോടതിയല്ല തീരുമാനമെടുക്കേണ്ടത്, അത് പാർലമെൻറ്റാണ് എന്ന കാര്യവും ഗവർണർ വ്യക്തമാക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ RSS നേതാവായിട്ടുള്ള ആൾ കൂടിയാണ് ആർലേക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ BJPയുടെ ഒരു പുതിയ നിലപാടായി പുതിയ നീക്കമായി അതിനെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഗവർണർമാരുടെ അധികാരങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടുള്ള പാർലമെൻറ്റിലെ നിയമ നിർമ്മാണത്തിനുൾപ്പെടെ ഒരുപക്ഷെ BJP നീങ്ങുമോ എന്ന കാര്യത്തിലുൾപ്പെടെ സംശയം ധ്വനിപ്പിക്കുന്ന നിലയിലാണ് നിലവിൽ ആർലേക്കറിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ പ്രസ്താവന, ഈ അഭിമുഖത്തിലെ ഇതിലെ അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. BJPയുടെ മുതിർന്ന നേതാക്കളോ ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരോ ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിമാർ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ആരും പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ RSSൻ്റെ വക്താവ് കൂടിയായ RSS നേതാവ് കൂടിയായ ആർലേക്കറിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം ഏറ്റവും ഗൗരവത്തോടെ കാണുകയും തന്നെയാണ് നിലവിൽ ചെയ്യേണ്ടത്. കാരണം ഈ തമിഴ്നാടിൻ്റെ ഹർജി അത് മറ്റൊരു ഹർജിയാണ്, കേരളത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്നുകൂടി ആർലേക്കർ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ കേരളത്തിൻ്റെ 6ഓളം ബില്ലുകളാണ് നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നത്. രാഷ്ട്രപതി അത് തള്ളുകയും ചെയ്തിട്ടുണ്ട്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലഘട്ടത്തിലായിരുന്നു തുടർച്ചയായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള നീക്കമുണ്ടായിട്ടുള്ളത്. എന്തായാലും സുപ്രീം കോടതി വിധിയിൽ കൃത്യമായി വ്യക്തമാക്കുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സുപ്രീം കോടതി വിധിയെ പോലും ആ രീതിയിൽ അംഗീകരിക്കാൻ BJPയോ RSSോ തയ്യാറാകില്ല എന്ന സൂചന തന്നെയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നൽകുന്നത്. വിജിനാണ് വിശദാംശങ്ങൾ നൽകിയത്.